നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പിൽ 100-ൽ-അധികം സീറ്റുകൾ നേടി UDF മിന്നുന്ന ജയം നേടിയിട്ടും അതിൻ്റെ ജയത്തിൻ്റെ തിളക്കമൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രിക്കായുള്ള പോരാട്ടം കടുക്കുകയാണ്. ആരാണ് കാരണക്കാരൻ? KC വേണുഗോപാലാണോ, രമേശ് ചെന്നിത്തലയാണോ, VD സതീശനാണോ? ആരാണ് ഇത്ര വലിയൊരു പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസിനെ തള്ളിവിട്ടിരിക്കുന്നത്? എന്തായാലും KC വേണുഗോപാലിനെതിരെ ശക്തമായ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉയരുകയാണ്. പ്രത്യേകിച്ച് KC വേണുഗോപാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴിൽ തന്നെ പാർട്ടി പ്രവർത്തകർ, അണികൾ തന്നെ വന്ന് അവരുടെ അമർഷം പ്രകടിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മലപ്പുറം മങ്കടയിൽ ഇടിമിന്നലേറ്റ് 4 വിദ്യാർത്ഥികൾ മരിച്ച സംഭവം, ആ സംഭവവുമായി ബന്ധപ്പെട്ട് KC വേണുഗോപാൽ അനുശോചനക്കുറിപ്പ് പങ്കുവച്ചിരുന്നു. ആ അനുശോചനക്കുറിപ്പിന് കീഴെയാണ് ഇത്തരത്തിൽ KCക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ കൊണ്ട് നിറയുന്നത്. പ്രവർത്തകർ ഒന്നടങ്കം, അണികൾ ഒന്നടങ്കം KCക്കെതിരാണ് എന്ന് ഈ കമൻറ്റുകളിൽ ഒരു 100 കമൻ്റ് എടുത്താൽ 90 കമൻറ്റുകളും KCക്കെതിരെയായുള്ള കമൻറ്റുകളാണ് ഈ ഒരു പോസ്റ്റിന് കീഴിൽ വന്നിരിക്കുന്നത്. ആദ്യം അദ്ദേഹം പങ്കുവച്ച ആ ഒരു അനുശോചനക്കുറിപ്പ് നമുക്ക് നോക്കാം. ഇപ്രകാരമായിരുന്നു അനുശോചനക്കുറിപ്പ്. മലപ്പുറം മങ്കടയിൽ ഇടിമിന്നലേറ്റ് 4 വിദ്യാർത്ഥികൾ മരിച്ച സംഭവം അത്യന്തം വേദനാജനകമാണ്. ഭാവി തലമുറയ്ക്ക് മാതൃകയാകേണ്ടിയിരുന്ന, ഒരു നാടിനും ആ കുടുംബങ്ങൾക്ക് മാതൃകയായും അഭിമാനമായും മാറേണ്ടിയിരുന്ന ചെറുപ്പക്കാരുടെ കുടുംബത്തോടെ എത്രത്തോളം ആശ്വാസ വാക്കുകൾ പറഞ്ഞാലും മതിയാവില്ലെന്നറിയാം. എങ്കിലും ആ കുടുംബത്തോടൊപ്പം നമുക്ക് ചേർന്ന് നിൽക്കേണ്ടതുണ്ട്. അവരുടെ വേദനയിൽ പങ്കുകൊള്ളേണ്ടതുണ്ട്. അകാലത്തിൽ ജീവൻ പൊലിഞ്ഞ റഹീസിൻ്റെയും വഹാസിൻ്റെയും സിയാദിൻ്റെയും ഫഹദിൻ്റെയും കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാര തുക കാലവിളംബം ഭേദമില്ലാതെ നൽകാനുള്ള ഇടപെടൽ നടത്തണമെന്ന് ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെടുകയാണ്. എല്ലാ നടപടിക്രമങ്ങളും വേഗത്തിൽ പൂർത്തീകരിക്കണം. ഒപ്പം പരിക്കേറ്റവർക്ക് എത്രയും വേഗത്തിൽ തന്നെ മികച്ച ചികിത്സ ഉറപ്പുവരുത്തണം. എത്രയും വേഗം അവർ സുഖം പ്രാപിക്കട്ടെ എന്നാണ് പ്രാർത്ഥന. ഏറെ ഹൃദയവേദനയോടെ കുട്ടികൾക്ക് ആദരാഞ്ജലികൾ എന്നായിരുന്നു KC വേണുഗോപാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഈ പോസ്റ്റിന് കീഴെയാണ് അണികൾ പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. അവരുടെ അമർഷം ആളിക്കത്തുകയാണ് ഈ KCയുടെ പോസ്റ്റിൻ്റെ കമൻറ്റ് ബോക്സിൽ. നമുക്ക് നോക്കാം. ഒരുപാട് പ്രവർത്തകർ അവരുടെ വേദനയോടെ പ്രതികരിച്ചിരിക്കുന്നു. ചില കമൻറ്റുകൾ ഇപ്രകാരമാണ്: ആ മിന്നൽ നിന്റെ തലയിൽ വീണ്ടിരുന്നെങ്കിൽ എന്ന് കൊതിച്ചുപോയി. ദയവ് ചെയ്ത് കോൺഗ്രസിനെയും ഇന്ത്യ രാജ്യത്തെയും നശിപ്പിക്കരുത്. മറ്റൊരു കമൻറ്റ്: മറ്റുള്ളവർ അധ്വാനിച്ചത് വിഹിതം പറ്റാൻ ശ്രമിക്കുന്ന നേതാക്കളെ തിരിച്ചറിയുക. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നിന്ന് വേണുഗോപാൽ പിന്മാറുക. ജനകീയനായ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രിയാകട്ടെ. വേറൊരാൾ കുറിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ. താങ്കൾ കാരണം UDFന് നഷ്ടമാകുന്നത് ഒന്ന്, ഒരു MP നഷ്ടമാകും. ആലപ്പുഴയിൽ ഒരു MLA നഷ്ടമാകും. താങ്കൾ ഏത് മണ്ഡലത്തിലാണോ ഇനി മത്സരിക്കാൻ പോകുന്നത് അവിടുത്തെ MLA നഷ്ടമാകും. ഒരു രാജ്യസഭാ സീറ്റ്, അതായത് LDFന് 36 ആകുമ്പോൾ 1 കിട്ടും. വരുന്ന ലോക്സഭാ ഇലക്ഷൻ UDF സീറ്റുകൾ നഷ്ടപ്പെടും. പഞ്ചായത്ത് ഇലക്ഷനിൽ UDF തകരും. തുടർ ഭരണ സാധ്യത ഇല്ലാതാകും. VDക്ക് മാറിക്കൊടുത്ത് ധീരമായ നിലപാടെടുക്കുമെന്ന് വിശ്വസിക്കുന്നുവെന്ന് മറ്റൊരാൾ കുറിച്ചിരിക്കുകയാണ്. വേറൊരാളുടെ കമൻറ്റ് ഇപ്രകാരമാണ്: താങ്കൾ മുഖ്യമന്ത്രി ആവണമെങ്കിൽ 140 മണ്ഡലത്തിൽ നിന്നും ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വരണം. അങ്ങനെ ജയിക്കുമെന്നുള്ള ഉറപ്പ് താങ്കൾക്കുണ്ടോ? ജനങ്ങളെല്ലാം ഉണ്ട് എന്ന് മറ്റൊരാൾ കമൻറ്റിൽ കുറിച്ചിരിക്കുന്നു. വേറൊരാൾ കുറിക്കുന്നത് ഇപ്രകാരമാണ്: കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹം VD സതീശൻ മുഖ്യമന്ത്രി ആകണമെന്നാണ്. ദയവ് ചെയ്ത് നിങ്ങൾ മാറി നിൽക്കണമെന്നാണ് വേറൊരാൾ പറയുന്നത്. ഇനി ഒരു നീണ്ട കുറിപ്പ് എഴുതിയിരിക്കുകയാണ് കമൻറ്റിൽ വേറൊരു പ്രവർത്തകൻ. തിരുവമ്പാടിയിലെ ഒരു സാധാരണ UDF പ്രവർത്തകൻ എന്ന നിലയിൽ പറയട്ടെ, രാപ്പകലില്ലാതെ പ്രവർത്തിച്ച് വീട് വീടായി കയറി വോട്ട് പിടിച്ച് 10 വർഷത്തെ ജനവിരുദ്ധ ഭരണത്തിനെതിരെ ജനവിധി സൃഷ്ടിച്ചത് അടിത്തട്ടിലെ പ്രവർത്തകരാണ്, സ്ഥാനമോഹികളല്ല. ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന ഒരു സാധാരണ UDF പ്രവർത്തകന് പോലും KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആവണമെന്ന് ആഗ്രഹിക്കുന്നില്ല. കേരളത്തിലെ സാധാരണ UDF പ്രവർത്തകരുടെ വികാരം ഒറ്റ വരിയിലാണ്: VD സതീശൻ തന്നെ മുഖ്യമന്ത്രി. പക്ഷേ ഇപ്പോൾ ചില നേതാക്കളുടെ നീക്കങ്ങൾ കാണുമ്പോൾ സംശയമുയരുകയാണ്. ഈ ചരിത്ര വിജയം ജനങ്ങൾക്കായിരുന്നോ, അല്ലെങ്കിൽ നേതാക്കളുടെ വ്യക്തിപരമായ സുരക്ഷയ്ക്കും സ്ഥാനലാഭത്തിനുമോ? VD സതീശൻ മുഖ്യമന്ത്രിയായാൽ അടിത്തട്ടിലെ ജനങ്ങളുടെ ശബ്ദത്തിന് വില കൂടുമെന്ന് നേതാക്കൾക്കറിയാം. അതുകൊണ്ടാണ് ചിലർ ഗ്രൗണ്ട് റിയാലിറ്റിക്കെതിരായി കളിക്കുന്നത്. ഒന്ന് ഓർക്കുക, പ്രവർത്തകരുടെ വികാരം തള്ളിക്കളഞ്ഞ് ജനങ്ങളുടെ സ്വപ്നം തകർത്തുകൊണ്ട് അധികാര രാഷ്ട്രീയം കളിക്കാൻ ശ്രമിച്ചാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിഷേധം കോൺഗ്രസ് നേതൃത്വം നേരിടേണ്ടി വരും. ഈ ജനവിധി ചില നേതാക്കളുടെ സ്വകാര്യ സ്വത്തല്ല. ഇത് കേരളത്തിലെ സാധാരണ മനുഷ്യരുടെ പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയെ വഞ്ചിച്ചാൽ പ്രവർത്തകരുടെ മനസ്സിലെ മുറിവ് ഒരിക്കലും ആയില്ല എന്നാണ് ഒരു UDF പ്രവർത്തകൻ കുറിച്ചിരിക്കുന്നത്. വേറൊരു UDF പ്രവർത്തകൻ പറയുന്നു: ആ കുട്ടികളുടെ നിര്യാണത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നു. നിങ്ങളുടെ അധികാരമോഹം കോൺഗ്രസുകാരെ തലതാഴ്ത്തി നടക്കാൻ നിർബന്ധിതരാക്കി. പാർട്ടി പ്രവർത്തകരും പൊതുസമൂഹവും അവരെ 5 വർഷം നയിച്ച VD സതീശൻ മുഖ്യമന്ത്രിയായി വരണമെന്ന് ആഗ്രഹിക്കുന്നു. അതിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ നിങ്ങൾ ഉൾപ്പെടെയുള്ള നേതൃത്വം ഖേദിക്കുക തന്നെ ചെയ്യുമെന്നാണ്
വേറൊരാൾ കുറിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരാളുടെ കുറിപ്പ് പ്രകാരമാണ്, താങ്കൾ ഒറ്റയാളുടെ പിടിവാശി കാരണം ജയിച്ച 102 മണ്ഡലങ്ങൾ വിയർപ്പൊഴുക്കിയ ഞങ്ങളെപ്പോലുള്ള UDF പ്രവർത്തകരുടെ ആഹ്ലാദം ഇല്ലാതാക്കി കുറിക്കുന്നു. നിനക്കുള്ള പണി കേരള ജനത തരും, ഒരുങ്ങിയിരുന്നോ നീ. മറ്റൊരാൾ പറയുന്നത് ഇപ്രകാരമാണ്, എന്തിനാണ് സ്വയം നിലയും വിലയും ജനങ്ങൾക്കുള്ള ഇഷ്ടവും നഷ്ടപ്പെടുത്തുന്നത്? ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനമില്ലെങ്കിൽ എത്ര വലിയ സ്ഥാനം കിട്ടിയിട്ട് എന്ത് കാര്യം? മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ എന്ന് കുറിച്ചുകൊണ്ട് വേറൊരാൾ പറയുന്നത് ഇപ്രകാരമാണ്, 102 സീറ്റുകൾ നേടി അത്യുജ്വല വിജയം നേടിയ UDF സംവിധാനത്തെ മരിച്ച വീട് പോലെയാക്കിയ താങ്കൾക്കും അനുശോചനം രേഖപ്പെടുത്തുന്നുവെന്ന് മറ്റൊരു പ്രവർത്തകന് കുറിച്ചിരിക്കുകയാണ്. കേരള ജനത ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച നേതാവ് VD സതീശൻ. പട നയിച്ചവൻ VD. അപ്പോൾ നാട് നയിക്കേണ്ടത് VD. നാട് കാത്തിരിക്കുന്നത് VD സതീശൻ മുഖ്യമന്ത്രിയാകുന്നതിന്. താങ്കളുടെ മുഖ്യമന്ത്രി ജോലി സ്പോൺസർ ചെയ്തത് അമിത്ഷാ എന്നു പേരുള്ള ആളാണോ എന്നൊരു ചോദ്യവും കൂടി മറ്റൊരാൾ ചോദിക്കുന്നുണ്ട്. നീ എവിടെ മത്സരിച്ചാലും നിന്നെ പരാജയപ്പെടുത്തുമെന്ന് KCക്കൊരു മുന്നറിയിപ്പ്, ഒരു ഭീഷണിയുമായി മറ്റൊരു വ്യക്തിയും കമൻറ്റ് കുറിച്ചിട്ടുണ്ട്. വേണുഗോപാൽ സാർ, നിങ്ങൾ വൃത്തികെട്ട പരിപാടിക്ക് നിൽക്കരുത്. നിങ്ങളെ മുഖ്യമന്ത്രിയായി ഞങ്ങൾക്ക് വേണ്ട. ഇനി നിന്നേ പറ്റുള്ളൂ എന്നാണെങ്കിൽ ഇരിക്കൂറിൽ മത്സരിക്കണേ. ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഗ്രൂപ്പ് കളിച്ച് ദേശീയ പാർട്ടി ജില്ലാ പാർട്ടിയായി മാറിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് VD സതീശനെ വേണം എന്നതടക്കമുള്ള കുറിപ്പാണ് മറ്റൊരാൾ കുറിച്ചിരിക്കുന്നത്. വേറൊരാൾ പറയുന്നു, പാർട്ടിയുടെയും അണികളുടെയും സന്തോഷം തല്ലിക്കെടുത്തിയ വ്യക്തിക്ക് KC വേണുഗോപാൽ അത്തരത്തിൽ പാർട്ടിയുടെ അണികളുടെയും ഒക്കെ സന്തോഷം തല്ലിക്കെടുത്തിരിക്കുകയാണെന്ന് മറ്റൊരാൾ വളരെ രൂക്ഷമായി പൊട്ടിത്തെറിച്ചുകൊണ്ട് കമൻറ്റ് കുറിച്ചിരിക്കുകയാണ്. ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇല്ല എന്ന അങ്ങയുടെ ഒരു വാക്കിന് വേണ്ടി കേരളം കാതോർത്തിരിക്കുകയാണ് KC സാർ എന്ന് വേറൊരാളും കമൻറ്റ് കുറിച്ചിരിക്കുകയാണ്. മറ്റൊരാൾ പറയുന്നത്, KC വേണുഗോപാൽ, താങ്കളൊരു അധികാരമോഹിയാണ്. താങ്കളെ വെറുക്കുന്നു. ഉണ്ട ചോറിന് നന്ദിയില്ലെങ്കിൽ 1 കോടി ജനങ്ങളെ വെല്ലുവിളിക്കരുത്. മറ്റൊരാൾ പറയുന്നു, എന്തൊരു നിലയും വിലയുമുള്ള നേതാവായിരുന്നു, ഇപ്പോഴത്തെ അവസ്ഥ കണ്ടില്ലേ, കഷ്ടം. പിന്നിൽ നിന്നും കുത്തേറ്റിരിക്കുകയാണ് മലയാളികൾക്ക്. മലയാളി മനസ്സുകളും മരണപ്പെട്ടിരിക്കുന്നുവെന്ന് മറ്റൊരാൾ കമൻറ്റ് കുറിച്ചിരിക്കുന്നു. VD അല്ലാതെ മറ്റാരെയും ഞങ്ങൾ സാധാരണ പ്രവർത്തകർ അംഗീകരിക്കില്ല. ഇനിയെങ്കിലും അങ്ങ് പിന്മാറണം. പാർട്ടിയെ രക്ഷിക്കണം. താങ്കൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ അന്തകനാകരുത് പ്ലീസ് എന്ന് മറ്റൊരു പ്രവർത്തകൻ കൈകൂപ്പി പറയുകയാണ്. 10 വർഷം പ്രതിപക്ഷത്തിരുന്ന മുന്നണിക്ക് കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ ഭരണം തന്നത് നിലപാട് കൊണ്ടും കാഴ്ചപ്പാട് കൊണ്ടും നാളത്തെ കേരളത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ്. അതിൽ പിൻവാതിൽ വഴി താങ്കൾ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയാൽ UDFിലെ താഴെ തട്ടിലുള്ള പ്രവർത്തകർക്ക് അത് ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. താങ്കൾ ഞാൻ ആ പദത്തിലേക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പോൾ ഉള്ളൂ. 102 സീറ്റിൻ്റെ വിജയം കിട്ടിയ UDF മുന്നണിക്ക് റിസൾട്ട് വന്ന് 9 ദിവസമായിട്ടും മുഖ്യമന്ത്രി ഇല്ലാതെ മരണവീട്ടിലിരിക്കുന്ന പോലെയാണ് പ്രവർത്തകരുടെ അവസ്ഥ. അത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് വേറൊരാൾ ഉള്ളു തുറന്ന് പറയുകയാണ്. മറ്റൊരാൾ പറയുന്നു, തിരഞ്ഞെടുപ്പിന് മുമ്പ് മത്സരിക്കാനില്ല, മുഖ്യമന്ത്രിയാവാനില്ല എന്ന് പറഞ്ഞ താങ്കൾ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ മാറ്റി പറയുന്നു. ഉളുപ്പെന്ന് പറഞ്ഞ സാധനമുണ്ടോ എന്ന് KCയോട് വേറൊരാൾ കമൻറ്റിലൂടെ ചോദിക്കുന്നുണ്ട്. നാളെ VD അല്ലാതെ മറ്റാരെ തീരുമാനിച്ചാലും കേരളത്തിലെ കോൺഗ്രസിൻ്റെ അവസാനമായിരിക്കുമെന്നൊരു മുന്നറിയിപ്പ് കൂടി മറ്റൊരു പ്രവർത്തകൻ മുന്നറിയിപ്പ് നൽകുകയാണ്. പ്രിയ നേതാവേ, കേരളത്തിലെ പാർട്ടിയെ രക്ഷിക്കാൻ അങ്ങയുടെ ഒരു വാക്ക് മതി. ആ വാക്കിനെ ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ കാത്തിരിക്കുന്നു. VD സതീശനെ കേരളത്തിൽ മുഖ്യമന്ത്രിയാക്കുക. ഇപ്പോൾ പിന്മാറിയാൽ നല്ലത്. മുന്നോട്ട് പോകാനാണെങ്കിൽ ഇത് അവസാനത്തെ UDF ഭരണമായിരിക്കുമെന്നും മറ്റൊരാളുടെ ഒരു ഭീഷണി കമൻ്റ് ഉണ്ട്. മാത്രമല്ല വേറൊരാൾ കമൻറ്റ് കുറിക്കുന്നത് ഇപ്രകാരമാണ്, 10 വർഷം കൊണ്ട് പിണറായി വിജയൻ വാങ്ങിക്കൂട്ടിയ ശാപം മുഴുവൻ ഒരാഴ്ച കൊണ്ട് മറികടന്ന നിങ്ങൾ തന്നെയാണ് താരം. KC, ദ ലാസ്റ്റ് ചീഫ് മിനിസ്റ്റർ ഓഫ് കോൺഗ്രസ് ഇൻ കേരള. ഇനി ഞാൻ ആരാണെന്ന് തപ്പി അലയേണ്ടതില്ല. കണ്ണൂർ ജില്ലയിലെ മുഴക്കുന്ന് പഞ്ചായത്തിലെ 79-ാം നമ്പർ ബൂത്തിലെ ഒരു UDF വോട്ടറാണ് ഞാൻ. നിങ്ങൾ എവിടെ നിന്നാലും അവിടെ വന്ന് ആവുന്നത് പോലെ തോൽപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കുമെന്നാണ് ഒരു UDF പ്രവർത്തകൻ്റെ ഒരു ഭീഷണി. 100 സീറ്റ് കിട്ടുമെന്ന് മുൻകൂട്ടി കണ്ടു. 10 മുതൽ 14 മന്ത്രിമാർ തോൽക്കുമെന്ന് മുൻകൂട്ടി കണ്ടു. പക്ഷേ വേണുഗോപാലിനെ മാത്രം പാർട്ടിക്ക് മുൻകൂട്ടി കാണാൻ സാധിച്ചില്ല എന്ന് മറ്റൊരു പ്രവർത്തകൻ വേദനയോടെ പറയുന്നു. വാക്കിന് വിലയില്ലാത്തവൻ്റെ പേര് KC എന്നും നിലപാടുള്ളവൻ്റെ പേര് VD എന്നും ദയവ് ചെയ്ത് ഇത്തവണ അർഹിക്കാത്ത കസേരയ്ക്ക് വേണ്ടി ഇവിടത്തേക്ക് വരരുതെന്നും KCക്കെതിരെ ഇത്തരത്തിൽ രോഷം അണപൊട്ടി ഒഴുകുകയാണ്. UDF പ്രവർത്തകരുടെ ഇത്രയും കമൻറ്റുകൾ, ഇത് ഒരു വ്യക്തി കുറിച്ച കമൻ്റ് അല്ല, നിരവധി പ്രവർത്തകർ കുറിച്ച കമൻറ്റുകളാണ് ഈ വായിച്ചത്. ഇതിലെല്ലാം KCക്കെതിരെ ഒരു ജനവികാരമുണ്ട് എന്നതിൻ്റെ തെളിവാണ്. ദയവായിട്ട് നിങ്ങൾ ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, എനിക്ക് മുഖ്യമന്ത്രി ആകേണ്ട എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി, അവിടെ തീരും ഇപ്പോൾ കോൺഗ്രസ് നേരിടുന്ന പ്രശ്നം എന്ന് പ്രവർത്തകർ ഒന്നടങ്കം കൈകൂപ്പി പറയുകയാണ് KCയോട്. കോൺഗ്രസിൻ്റെ അന്തകനാണ് നിങ്ങൾ, അധികാരമോഹിയാണ് നിങ്ങൾ, ഇത്രയൊക്കെ ജനവികാരം
വികാരം എതിരായിട്ടും ഒരു ഉളുപ്പുമില്ല എന്നും ഇപ്പോൾ കോൺഗ്രസിനേറ്റ ഒരു ഇടിമിന്നലാണ് KC എന്നും ഒക്കെ പ്രവർത്തകർ ശപിച്ചും പറയുന്നുണ്ട്. അപ്പോൾ പ്രവർത്തകരുടെ ഈ ഒരു കണ്ണീര്, പ്രവർത്തകരുടെ ഈ ഒരു വികാരം, അവരുടെ ഈ പൊട്ടിത്തെറി അത് കാണാൻ KCക്ക് സാധിക്കുന്നില്ല എന്ന ചോദ്യവും കൂടി നിലവിൽ ശക്തമാവുകയാണ്. എന്തായാലും കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണ് ചോദ്യം അവിടെ തന്നെ നിൽക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.